സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം ശബ്ദത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ട് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നൽ നൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം ഒന്ന് കാണുകയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയും. ദൈവത്തിന് സ്തുതി. ഉദ്ധിതനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. മനോഹരമായ ഈ സന്ധ്യ നമുക്ക് നൽകിയ ദൈവത്തെ ഓർത്ത് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. സെയിന്റ് ജോൺ chapter 11 verses 25 to 26. പുനരുത്ഥാനം നൽകുന്ന പ്രത്യാശ നമ്മെ ഒരുമിപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മോടൊപ്പം കാശാഴ്ചയിലും പെരുന്നാൾ ശുശ്രൂഷകളൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ വന്യ തോമസ് മുട്ടുവേലിൽ കോർപ്പിസ്കോപ്പ അച്ഛന്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. ഇന്നത്തെ ഈ സുദിനത്തിലും നല്ലൊരു മെസ്സേജ് നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ഇരിക്കുന്ന അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി ഉയർപ്പിന്റെ സന്ദേശം നമുക്ക് നൽകുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയ CSI അബുദാബി പാരിഷ് വികാരി ബിജു കൊച്ചുമൻ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം നമ്മളിലൊരാളായി എന്നും നമ്മോടൊപ്പം കഴിയുന്ന നമ്മുടെ സഹവികാരി അച്ഛൻ മാത്യൂസ് ജോണസിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം, നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയെ പ്രതികരിക്കുന്ന, നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ ഭദ്രാസനത്തിൽ നിന്നും നമ്മുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ നമ്മെ പ്രതികരിക്കുന്ന മിസ്റ്റർ ജോൺസൺ കാട്ടൂർ, അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഉൾപ്പെടുന്ന ബ്രഹ്മവാൻ ഡയോസിന്റെ ഡയോസിസ് കൗൺസിൽ മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ മാമൻ ജേക്കബ്, അദ്ദേഹവും ഇന്നൊരു മെസ്സേജ് നൽകി നമ്മെ അനുഗ്രഹിക്കേണ്ട കൂടെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ എവിടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ
ഈ സന്ധ്യ ഏറ്റവും ആനന്ദപ്രദമാക്കാൻ തക്കവണ്ണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവർത്തിച്ച നമ്മുടെ ആധ്യാത്മിക സംഘടനകളാണ്. ആധ്യാത്മിക സംഘടനകളുടെ നേതൃത്വം നൽകുന്നവർ, ഇന്ന് ഇവിടെ കലാപരിപാടി, ഇന്ന് ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നവർ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ OCYM-ന്റെ ഭാരവാഹികൾ, അംഗങ്ങൾ, മത്തുപുരി സമാജ് ഭാരവാഹികൾ, അംഗങ്ങൾ, MGCS ഭാരവാഹികൾ, അംഗങ്ങൾ, മെഗാ ഫയർ അംഗങ്ങൾ, ഏവരെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സുദിനത്തിലേക്ക്, ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാതിനിധ്യമാണ്, നിങ്ങളുടെ സഹകരണമാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വിഷയം. നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഈ സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ വിരമിക്കുന്നു. നന്ദി. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് CSI അബുദാബി ഇടവക വികാരി ബഹുമാനപ്പെട്ട ബിജു കുഞ്ഞുമനച്ചൻ, എൻ്റെ പ്രിയ സഹോദരൻ മാത്യു ജോണച്ചൻ, മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ജോൺസൺ കാട്ടൂർ, ഭദ്രാസന കൗൺസിൽ മെമ്പർ പ്രിയപ്പെട്ട മാമൻ ജേക്കബ്, കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റി മിസ്റ്റർ ദാനിയൽ തോമസ്, സെക്രട്ടറി ശ്രീ റജി സി ലഹന്നാൻ, പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ആധ്യാത്മിക സംഘടനാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഒരനുതാപത്തിന്റെ കാലഘട്ടം പൂർത്തീകരിച്ച് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പ്രത്യാശയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോയേനെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഉദ്ബുദ്ധിതനായ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ വാഗ്ദാനം ചെയ്ത 3 കാര്യങ്ങൾ. ഒന്ന്, ഉദ്ധിതനായ കർത്താവ് തന്ന സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം. 2, ആനന്ദം. 3, സമാധാനം. സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും അതുപോലെ തന്നെ ദൈവസ്നേഹത്തിന്റെയും ഒരു പ്രത്യാശയുടെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ക്ഷീണിതരാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ചക്കാലം കഷ്ടാനുഭവത്തിലൂടെ ഈസ്റ്റർ ദിനത്തിലേക്ക് വന്ന് പെരുന്നാളിന്റെ ആ ഉത്സവ പ്രതീതിയിൽ നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ശുശ്രൂഷയും ഒക്കെ ഇന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായി പൂർത്തീകരിച്ച് ഈ ഈസ്റ്റർ നൈറ്റിൽ ഒരു ഉത്സവ പ്രതീതിയിൽ തന്നെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാലങ്ങൾ കുറെയായി നമ്മൾ ജനിച്ച അന്ന് മുതൽ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ചിതറിപ്പോയ ഒരു ശിഷ്യ സമൂഹം ഉണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 വാക്യം. ഉദ്ധിതനായ കർത്താവിനെ കാണുന്നതിന് മുമ്പ് യഹൂദന്മാരെ ഭയന്ന് അവരൊരു മുറിക്കകത്ത് വാതിലടച്ച് ഇരിക്കുകയാണ്. അവര് നേരിട്ട പ്രയാസങ്ങളും യഹൂദ നേതാക്കന്മാരെ ഭയന്നും ആ ആകുലതയിൽ അടച്ചിട്ട മുറിക്കകത്ത് കിടന്ന് ഇങ്ങനെ അവരാ പ്രതീതിയിലായിരുന്നപ്പോൾ അവരുടെ മധ്യത്തിൽ ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവിൽ അനുഗ്രഹീതരെ, എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 2 മിനിറ്റ് സമയമാണുള്ളത്. ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല. ഞാൻ നിങ്ങളും ഒക്കെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ
പല ഭയത്തിൽ നിന്നും പല ആകുലകളിൽ നിന്നും നിരാശയിൽ നിന്നും ഓടി കളിക്കുമ്പോൾ ഏത് അടച്ചിട്ട വാതിലിനകത്താണെങ്കിലും അവിടേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണ് ഉദ്ധിതനായ നമ്മുടെ കർത്താവ്. പ്രിയരേ, ഈ ലോകത്തിലുള്ള ജീവിതം വളരെ ചെറുതാണ്. ആ ജീവിതം ആനന്ദിക്കുവാനുള്ളതാണ്, സന്തോഷിക്കുവാനുള്ളതാണ്, സമാധാനം പങ്കിടുവാനുള്ളതാണ്, സ്നേഹിക്കുവാനുള്ളതാണ്. ഈ ഈസ്റ്റർ രാവിൽ, ഈ നൈറ്റിൽ നിരവധി കലാപ്രകടനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. സ്നേഹത്തിന്റെ സംഗമമായി, ആനന്ദത്തിന്റെ സംഗമമായി, സമാധാനത്തിന്റെ സംഗമമായി തീരട്ടെ. കുടുംബങ്ങളിലാണെങ്കിലും ഇടവകകളിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലാണെങ്കിലും. കാരണം ഭാരതീയരായ നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യങ്ങൾ തമ്മിലും ദേശങ്ങൾ തമ്മിലും സഭകൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ആ ഒരു സ്നേഹ, സന്തോഷ, സമാധാന, ആനന്ദ സംഗമത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഉദ്ധിതനായ ക്രിസ്തുവിലൂടെ നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ വികാരിയായിരിക്കുന്ന റവറൻഡ് ഫാദർ ഗീവർഗീസ് മാത്യു അച്ഛൻ, ഞങ്ങൾ സ്നേഹത്തോടെ നാം ഷാജി അച്ഛൻ എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ആദരണീയനായ റവറൻഡ് ഫാദർ തോമസ് മുണ്ടുവേലിൽ കോർ എപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനമുള്ള സുജിൻ അച്ഛൻ, ഈ ഇടവകയുടെ സെക്രട്ടറി, ട്രസ്റ്റി, വിവിധ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കുന്നതിനൊപ്പം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ പാരിഷ് അബുദാബിയുടെ നാമത്തിലുള്ള എല്ലാ ഈസ്റ്റർ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. പലതവണ ഈ ചാപ്പലിൽ വന്നു പോകുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള പല പ്രിയപ്പെട്ടവരുമായി നല്ലൊരു സ്നേഹബന്ധം നിലനിർത്തുവാൻ ഈ ദിനങ്ങളിൽ ദൈവം എനിക്കും കുടുംബത്തിനും അവസരം നൽകുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദേശത്തിന് അനുഗ്രഹമായി, ഈ ദേശത്തിന് വിളക്കായി ശോഭിപ്പാണ്ടൊക്കെ ഇവിടെയുള്ള ഭരണാധികാരികളിലൂടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ദേവാലയം ഈ ദേശത്തിന് നൽകി. അതിന്റെ നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമുക്ക് സാധ്യമല്ലാത്ത ഒന്നിനെ നമുക്ക് സാധ്യമാക്കി നൽകുന്നത് കർത്താവാണ്. ഈ ദേശത്ത് അവനെ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് നൽകുന്ന വലിയ അവസരമാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ വളരെ തിരക്കുകളുള്ള, വളരെ തിരക്കേറിയൊരു കാലഘട്ടം. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം, പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിവിധ ശുശ്രൂഷകളിലൊക്കെയും പങ്കെടുക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു, ഈ ദിനങ്ങളിൽ വളരെ തിരക്കുള്ള, വളരെ ദൈവികമായ ബന്ധത്തിലൂടെ കടന്നുപോയ കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ അവൻ അനുഭവിച്ച അതേ വേദനയും അതേ ത്യാഗവും അതേ പരിത്യജനവും തങ്ങളുടെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് നോമ്പിലൂടെയും അതോടൊപ്പം തന്നെ വിവിധ ശുശ്രൂഷകളിലൂടെയൊക്കെയും
ആ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കിയ ഒരു സമൂഹമാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെ സുദിനമാണ്. നാം ഒരുമിച്ച് വിവിധ ഓർഗനൈസേഷനുകളോട് ചേർന്ന് സന്തോഷിക്കുവാൻ, അവരുടെ വിവിധ പരിപാടികൾ കണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. എനിക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഇവിടെ ദൂതൻ ആ കല്ലറയിലെത്തിയ മറിയയോട് ഓർപ്പിച്ചതുപോലെ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശരീരം അന്വേഷിച്ച് അവന്റെ കല്ലറയിലെത്തിയ സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ അവന്റെ ശരീരം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരോട് ദൂതൻ പറഞ്ഞതുപോലെ അവൻ ഇവിടെ ഇല്ല. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, സഭയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടോ എന്ന ചോദ്യം ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സന്തോഷ നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ ഇല്ല എങ്കിൽ നമ്മുടെ ആരാധനകൾ വ്യർത്ഥമാണ്, നമ്മുടെ പ്രോഗ്രാമുകൾ വ്യർത്ഥമാണ്, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാണ്, പ്രയോജനമില്ലാത്തതാണ് എന്ന് ഓർപ്പിക്കുവാൻ ഈ ദിനം ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി മാറും, നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി മാറും. ജീവിതത്തിൽ മറികടക്കുവാൻ കഴിയാത്ത ഏത് പ്രതിസന്ധിയുടെ മുന്നിലൂടെ ഞാൻ നിങ്ങൾ കടന്നുപോയാലും, ഇവിടെ മറിയയും ശിഷ്യന്മാരും കടന്നു പോകുന്നത് അതേ അനുഭവമാണ്. അവർക്കൊരിക്കലും മറികടക്കുവാൻ കഴിയാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുഖത്ത് അവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിന് മുൻപിൽ ദൂതൻ അവരോട് പറയുന്നു, ക്രിസ്തു ഇവിടെയില്ല. എന്നാൽ അവർ അവിടെ വെച്ച് തന്നെ അവനെ കണ്ടെത്തുന്നു. അവൻ അവരെ ചെറുക്കിയെത്തുന്നു. ആ സ്ത്രീകളുടെ അടുത്ത്, മറിയയുടെ അടുത്ത് എത്തുന്നു. അവരോട് പറയുന്ന ഒരു വലിയ വാർത്ത അവരോട് അറിയിക്കുന്നു. നിങ്ങൾ പോയി ഈ സദ്വാർത്ത എന്റെ സഹോദരന്മാരോട് അറിയിക്കണം. അവരും ഈ വാർത്ത അറിയണം. അവരും ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്, അവർ നിരാശരായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ നിരാശയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, കർത്താവ് ഉയർത്ത് ഇന്നും ജീവിക്കുന്നവനാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ആ കർത്താവിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്ക് വെളിപാട് പുസ്തകം പറയുന്നത് പോലെ, ലോകത്തിന് മുൻപിൽ ഏത് വാതിലുകൾ നമ്മുടെ മുൻപിൽ അടഞ്ഞാലും നമുക്ക് വേണ്ടി ഒരു വാതില് തുറന്നു വെച്ച് കാത്തിരിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. അതാകട്ടെ ഈ ഈസ്റ്റർ ദിനത്തിന്റെ സന്ദേശം. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു വാതില് തുറന്നു വെച്ച് നമ്മെ കാത്തിരിക്കുന്ന, ആ മറിയെ കാത്തിരുന്നത് പോലെ, ശിഷ്യന്മാരെ കാത്തിരുന്നത് പോലെ നമ്മെ തേടി വന്ന ഒരു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമുക്ക് മടങ്ങി പോകാം. ഈ വചനത്താൽ ദൈവം നിന്റെ പരിശുദ്ധാത്മാവിലും നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അബുദാബി കത്തീഡ്രൽ ദേവാലയത്തിന്റെ ആദരണീയനായ വികാരി റവറൻ ഫാദർ ഗീവർഗീസ് മാത്യു ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകിയ അബുദാബി CSI പാരിഷ് വികാർ ഫാദർ ബിജു കുഞ്ഞമ്മൻ, ഇടവകയുടെ ആദരണീയനായ അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ മാത്യു ജോൺ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാന്യനായ ജോൺസൺ കാട്ടൂർ, ബ്രഹ്മവാർ ഡയോസിന്റെ ഡയസഷൻ കൗൺസിൽ മെമ്പർ ബഹുമാന്യനായ മാമൻ ജേക്ക്, ഇടവകയുടെ ബഹുമാന്യനായ ട്രസ്റ്റി മിസ്റ്റർ ഡാനിയൽ തോമസ്, ബഹുമാന്യനായ സെക്രട്ടറി റജി ഉൽഹന്നാൻ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് അനുവദിച്ചിട്ടുള്ളത് 2 മിനിറ്റാണ്. ആദിമസഭയിൽ പുനരുത്ഥാനത്തിന്റെ പെരുന്നാളിന് ശേഷം, പുനരുത്ഥാന പെരുന്നാളിന് ശേഷം വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അവർ അഭിവാദ്യം ചെയ്തിരുന്നത് He is risen. Yes, indeed, He is risen. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു.
പ്രതിവാക്യമായി അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് പെരുന്നാളിന് ശേഷം പെന്തിക്കോസ്തി വരെയുള്ള 50 ദിവസങ്ങൾ നമ്മുടെ പുണ്യശ്ലോകനും ഭാഗ്യസ്മരണാർഹനുമായ നാം എല്ലാം ഏറെ ആദരിച്ചിരുന്ന കോട്ടയം ഭദ്രാസനത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ഏവങ്കേലിയോൻ വായിക്കുവാൻ പടിഞ്ഞാറോട്ട് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് 1 മിനിറ്റ് നിൽക്കും. അപ്പോഴറിയാവുന്നവരെ പറയും, സത്യമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. ഉയർപ്പ് പെരുന്നാളിൽ നമ്മൾ വിശ്വസിച്ചേറ്റു പറഞ്ഞ പ്രഖ്യാപനം പെന്തിക്കോസ്തി വരെയുള്ള 50 ദിവസങ്ങളിൽ ഏവങ്കേലിയോൻ വായിക്കുമ്പോൾ അദ്ദേഹം അത് നിർവഹിക്കുമായിരുന്നു. നമ്മെ അത് ഓർമ്മിപ്പിക്കലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായും അത് ഏറ്റുപറയുന്നു, വിശ്വസിച്ചേറ്റു പറയുന്നു. ബുദ്ധിതനായ കർത്താവിൻ്റെ അനുഗ്രഹീത സാന്നിധ്യം മറക്കാതെ നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും നോട്ടത്തിലും ചിന്തയിലും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയണം. കർത്താവിന്റെ വാത്സല്യ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുവിൻ, നിങ്ങൾക്ക് സമാധാനം, പോകുവിൻ, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സാന്നിധ്യമില്ലാതെ നാം പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, നോക്കുമ്പോൾ, പറയുമ്പോൾ, ഇടപാടുകൾ, ഏർപ്പാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇതിലൊക്കെ അപജയമുണ്ടാകും. ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ക്രിസ്തു സാന്നിധ്യം ബോധ്യമില്ലാതെ ഞാനും നിങ്ങളും ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അപജയമുണ്ടാകും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പോകുവിൻ, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ലഭിക്കുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മറക്കാതെ അനുദിന ജീവിതത്തിൽ അനുഗ്രഹകരമായി, മാതൃകാപരമായി ജീവിപ്പാൻ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സമൃദ്ധമായ കൃപകളാൽ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന അസംബ്ലി മെമ്പേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹീതരെ, ഏവർക്കും ഈശ്വരന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഉദ്ധിതനായ ക്രിസ്തു പലർക്കും പല രീതിയിലും പല സ്ഥലങ്ങളിലുമാണ് പ്രത്യക്ഷപ്പെട്ടത്. മഗ്ദലക്കാരി മരിയ, എമ്മോസിലേക്ക് യാത്രയായ ശിഷ്യന്മാർ, 10 ശിഷ്യന്മാർ വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലും പല രീതിയിലും പ്രത്യക്ഷനായ ക്രിസ്തു അവരെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതയാത്രയിലും പലപ്പോഴും പല രീതിയിലും ക്രിസ്തു നമ്മളോട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നാളിതുവരെയും ഉദ്ധാന പെരുന്നാൾ കൊണ്ടാടിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും കൂടെ സഞ്ചരിച്ചവരും കൂടപ്പുറപ്പ് പോലെ നിന്നതായ ശിഷ്യന്മാർ ഓടി ഒളിച്ചതുപോലെ നമ്മുടെ പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിലൊക്കെ ഓടി ഒളിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, നമ്മൾ എന്തൊക്കെയായിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഓടി ഒളിച്ചാലും വീണ്ടും തിരികെ വിളിക്കുന്ന ഒരു സ്നേഹം തമ്പുരാനുണ്ട്. അത് വെറുതെ അല്ല. പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാരെ കാത്തിരിക്കുന്ന തമ്പുരാൻ തിബേരിയോസ് കടവ് തീരത്ത് കാണുവാൻ തക്കവണ്ണം നമുക്ക് കാണുന്നുണ്ട്. അവിടെ ഒരുങ്ങിയിരിക്കുന്ന ക്രിസ്തു ഒരു പ്രാതൽ ഭക്ഷണം കൂടി ഒരുക്കി വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ ദൈവത്തെ മറന്നാലും
തള്ളി പറഞ്ഞാലും നമുക്കുള്ളത് കരുതി വയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ ഉദ്ധാന പെരുന്നാളെ കൊണ്ടാടുവാന്നൊക്കെ ചേർന്നിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവനെ കണ്ടുമുട്ടുവാന്നൊക്കെ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബിജുവച്ചൻ CSI ഇടവകയുടെ വികാരി സ്ഥാനം ഏറ്റ അന്ന് നാളെ മുതൽ ഈ ഇടവകയുടെ ഏതൊരു കാര്യത്തിനും നമ്മളോടൊപ്പമുണ്ട്. ഏതൊരു സാഹചര്യത്തിലും വിളിച്ചാലും അവിടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജുവച്ചൻ തിരക്കുകളുടെ നടുവിലാണ് ഇന്നിവിടെ എത്തിച്ചേരുവാന്നൊക്കെ ഇടയായത്. അച്ഛൻ ഇപ്പം മടങ്ങിപ്പോകേണ്ടതായ അത്യാവശ്യമുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ 2 വൈദികരുടെയും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും കടന്നു വന്ന് ഇരിക്കുന്ന ഏവരുടെയും നാമത്തിൽ അച്ഛൻ എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്ത നിർത്തുന്നതിൽ അനുഗ്രഹിക്കണം. Thank you, Achan, for that warm Easter message. ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പാച്ചൻ, കത്തീഡ്രലിന്റെ വികാരി, അസിസ്റ്റന്റ് വികാരി, ബഹുമാനീയനായ ട്രസ്റ്റി സെക്രട്ടറി, ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം, 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ഈസ്റ്റർ നമുക്ക് ഒരു അനന്തമായ സാധ്യത നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. എന്താണ് ഈസ്റ്റർ നൽകുന്ന ആ സാധ്യത? സ്വർഗത്തോളം ഉയരുവാനുള്ള ഒരു അവസരം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ അതിനു മുമ്പ് ഒരു പെസഹായുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകണം. ഒപ്പമുള്ളവനെ ശ്രേഷ്ഠനെന്നെഴുതുവാൻ, അവന്റെ കാൽപാദങ്ങൾ കഴുകുവാൻ പോലും ഹൃദയം കൊണ്ടുള്ള ക്രിസ്തുഭാവം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കൂടെയുള്ളവന്റെ കാൽപാദം പോലും കഴുകുവാനുള്ള വിനയവും താഴ്മയും എന്ന ക്രിസ്തുഭാവം നമ്മളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പീഡനത്തിലേക്ക് തള്ളിയിട്ട, കുരിശിക്കുവാൻ കൂട്ടുനിന്ന വിവരദോഷികളോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന കൂടി നമ്മുടെ ക്രിസ്തുഭാവത്തിലുണ്ടായാൽ, സത്യത്തെ കുഴിച്ചു മൂടിയാലും ഭീമാകാരമായ പാറ വെച്ച് മറച്ചാലും ശീല കൊണ്ട് ബന്ധിച്ച് ഇരുട്ടിൽ തള്ളിയാലും, അങ്ങനെ അപവാദങ്ങൾ കൊണ്ടും അസത്യങ്ങൾ കൊണ്ടും കെട്ടിപ്പൊക്കുന്ന ചില്ലുകൊട്ടാരങ്ങൾക്ക് കേവലം 3 നാളിന്റെ ആയുസ്സേ ഉള്ളൂ. സത്യം പുറത്തു വരുമെന്ന് ഈ ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുഭാവം ഉൾക്കൊണ്ട് കൂടെയുള്ളവരെ ശ്രേഷ്ഠനെന്ന് വേണ്ടി, മറ്റുള്ളവന് വേണ്ടി, അവന്റെ വിവരക്കേടിനും അറിവുകേടിനും വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ ഉയരത്തിലേക്ക് ക്രിസ്തുവിനൊപ്പം ചേർന്നിരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈസ്റ്റർ നൈറ്റിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. നന്ദി. അടൂർ കടമ്പനാട് ഭദ്ര സീനിയർ വൈദികൻ മൊട്ടുവേൽ കോർപ്പിസ്കോപ്പ, ഇടവകയുടെ വികാരി ഗീവറീസ് മാത്യു അച്ഛൻ, അസിസ്റ്റന്റ് വികാരി സുജി അച്ഛൻ, മലങ്കര സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോൺസൺ കാട്ടു, ഇടവക ട്രസ്റ്റി സെക്രട്ടറി, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഈസ്റ്റർ നമുക്ക് നൽകുന്ന ലളിതമായ സന്ദേശം തിന്മയ്ക്കുമേൽ അവസാന വിജയം നന്മയായിരിക്കും എന്നുള്ളതാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മരണത്തെ തോൽപ്പിച്ച് സത്യം ഉയർത്തെഴുന്നേൽക്കുമെന്നും തിന്മയ്ക്ക് താൽക്കാലിക വിജയമാണെന്നും നന്മയ്ക്കായിരിക്കും അവസാന വിജയമെന്നും വെള്ളിയാഴ്ച ക്രൂശിച്ച സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എന്നും നമ്മെ ഓർമ്മിപ്പിക്കും.
ഉദിതനായ യേശു നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഈസ്റ്റർ നൈറ്റ് പ്രോഗ്രാമിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ മംഗളാശംസ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉത്ഥാന പെരുന്നാളിലൂടെ നാം സ്വായത്തമാക്കിയ സന്തോഷവും സമാധാനവും നമ്മളുടെ ജീവിത അവസാനം വരെയും തുടരുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ ഇളവ് വികാരി ബഹുമാനപ്പെട്ട ഗീവർഗീസ് മാത്യു അച്ഛൻ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ ഊർജ്ജസ്വലമായി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തന്ന് നമ്മെ നടത്തുന്ന അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരത്തിൽ അറിയിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ മാത്യൂസ് മുട്ടുവേലി ഓർപ്പിസ് അച്ഛൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. തോമസ് മുട്ടുവേലി നമ്മോടൊപ്പം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ആശയിലും പെരുന്നാളുകളിലൊക്കെ നമ്മെ സഹായിക്കുകയും ചെയ്ത അതിലുപരിയായി ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ വന്ന് ആശംസ അറിയിച്ച് നമ്മെ അനുഗ്രഹിച്ച അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ കടന്നു വരികയും ഈസ്റ്റർ മെസ്സേജ് നൽകുകയും ചെയ്ത അബുദാബി പാരിഷ് വികാരി ജോൺസ് ബിജു കുഞ്ഞുമ്മൻ അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജോസഫ് കാട്ടൂർ, ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ മാമൻ ജേക്കബ്, ഇടവ സെക്രട്ടറി സിസ്റ്റർ ജി സി ഉലകനാൽ എന്നിവരോടുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുള്ളൂ. അതിലുപരിയായി നമ്മോടൊപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ എല്ലാ പ്രോഗ്രാം നടത്തിയ എല്ലാ ടീമുകളും അധ്യാപക സംഘടന ഭാരവാഹികളോടും അത് പ്രവർത്തിച്ചവരോടും അതിനുവേണ്ടി എല്ലാ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ആങ്കർ ചെയ്ത് നമ്മളെ പ്രവർത്തിച്ച ജോഹാൻ ജോസ്, എഡാന സൂസൻ, സണ്ണി, നിയ ഡാനിയൽ എന്നിവരുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഏത് പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് സൗണ്ടും ലൈറ്റുമാണല്ലോ. ഈ നമുക്ക് ഇവിടെ വന്ന് ഒരു ദിവസം മുന്നേ ക്രമീകരിച്ച് നമുക്ക് തന്ന മിസ്റ്റർ ജോജിയോടുള്ള നന്ദി സ്നേഹവും ഇത്തരത്തിൽ അറിയിക്കുന്നു. അതുവഴിയായി എന്നോടൊപ്പം നിന്ന് എന്നോടൊപ്പം സഹപ്രവർത്തകരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഓഡിയോയ്ക്ക് വേണ്ടി ജോലി സപ്പോർട്ട് ചെയ്ത സാധനവും എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഇത്തരത്തിൽ അറിയിക്കുന്നു. അവസാനമായി കടന്നു വന്ന എല്ലാ ഓഡിയൻസിനോടും, കാരണം ഓഡിയൻസിൽ നിങ്ങൾ പ്രോഗ്രാം വിജയിക്കില്ലല്ലോ, എല്ലാ ഓഡിയൻസിനോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടികൾ ഈ കലാലയം സമാപിച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്റർ ഈവിന്റെ ഒരു സ്നേഹവിരുന്ന് താഴെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും സംബന്ധിച്ച ശേഷം മാത്രമേ പോകാനുള്ള കാര്യം സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നാഥാദികളെ അവിടുന്ന് കാത്തുകൊള്ളണമേ, സ്ലീഭായങ്ങളോട് മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള ദൈവമായ കർത്താവിനെ നേരമൊക്കെ എല്ലാ സമയത്തും ചെറിയ കീഴിൽ മറച്ചുകൊള്ളണമേ. ആമേൻ.